പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്നും വന്നിരിക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തതുണ്ടാവും. അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. നമ്മൾ കടയിൽ നിന്ന് വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലത്തെ ഒരു പാക്കറ്റിലാണല്ലോ കിട്ടുക. ഞാൻ എപ്പോഴും ഇങ്ങനെ പാക്കറ്റിൽ കിട്ടുമ്പോൾ ഈ ഒരു സൈഡാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ മൊത്തം തറയിലേക്ക് തൂവിപ്പോവും. കുപ്പിയിലേക്കൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പം അപ്പം ഈ ഒരു സൈഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അതിൻ്റെ മേലെ ഒരു കത്രികേൻ്റെ ചിഹ്നമൊക്കെ ഉണ്ടാവും, അത് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ഒത്തിരി പോലും നിലത്തേക്കൊന്നും തൂവിപ്പോയില്ല കേട്ടോ. കറക്റ്റ് നമുക്ക് കുപ്പിയിൽ മുഴുവനായിട്ട് തീരുന്നവരെ ഒഴിച്ച് വയ്ക്കാൻ പറ്റും. എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമായിട്ട്, എന്നെപ്പോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ കുറേ അധികം വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, വെളിച്ചെണ്ണേൻ്റെ കാര്യമാകുമ്പോൾ പെട്ടെന്ന് എല്ലാം വെളിച്ചെണ്ണ കാറിപ്പോവല്ലോ. അങ്ങനെ വെളിച്ചെണ്ണ കാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാണ്. ഇനി ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ കുറേ അധികം വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെളിച്ചെണ്ണ കാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 മണി കുരുമുളക് എടുത്തിട്ട്, നല്ല ഉണങ്ങിയ കുരുമുളകായിരിക്കണം. എന്നിട്ട് ഈ ഒരു വെളിച്ചെണ്ണ ഇട്ടിട്ടുള്ള കുപ്പിയായാലും ക്യാനായാലും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഹെയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടിയൊക്കെ വെച്ചിട്ട് അടച്ചു സൂക്ഷിക്കുക കേട്ടോ. അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഒരു 2-3 ദിവസം നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ വെളിച്ചെണ്ണ കാറിപ്പോകത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ നമ്മൾ പച്ചക്കായൊക്കെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കായിൻ്റെ കറ ഇങ്ങനെ പൊന്തിക്കെടുക്കും. അതുപോലെ കായിൻ്റെ കറ ഈ ഒരു കായിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കായ ഒലത്തി അങ്ങ് കഴുകി കൊടുക്കുക ഈ ഒരു വെള്ളത്തിൽ തന്നെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു കായിൻ്റെ കറ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ നമ്മൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലൊക്കെ വാങ്ങിക്കുമ്പം ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണല്ലോ കിട്ടുക. ഈ ഒരു പാക്കറ്റ് കളയാതെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നമുക്ക് കുറച്ച് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൺഫ്ലവറിൻ്റെ ഈ ഒരു പാക്കറ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണേൻ്റെ ആയാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലിൻ്റെ ഉള്ളതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ അതെടുത്തിട്ടുള്ളത്. ഞാൻ ഓരോരോ മാസം വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പാക്കറ്റ് ഇവിടെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കട്ട് ചെയ്ത് ഒത്തിരി വെളിച്ചെണ്ണ ബാക്കി കിടക്കുന്നുണ്ട്. അത് നമുക്ക് കുപ്പിയിലേക്ക് എന്തായാലും ഒഴിച്ച് വയ്ക്കാൻ പറ്റില്ല. ഇതേപോലത്തെ മരത്തിൻ്റെ ചപ്പാത്തിക്കോലോ അല്ലെങ്കിൽ തവിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു വെള്ള പൂപ്പൽ പോലെയൊക്കെ വന്നിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു തവിയോ ചപ്പാത്തിക്കോലോ എന്തായാലും കുഴപ്പമില്ല, എടുത്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണൻ്റെ കവറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ നാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല പുത്തനായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ കുറേ കാലത്തേക്ക് ഈ ഒരു വെള്ള പൂപ്പലൊന്നും ഇതിൻ്റെ മുകളിലേക്ക് പിടിക്കില്ല. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചേച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഉറുമ്പൊന്നും വരുന്നൊന്നും പേടിക്കേണ്ട. നമ്മൾ വെയിലത്ത് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കുമ്പം അതിൻ്റെ മുകളിലേക്കായിട്ട് ഉറുമ്പും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് എടുത്ത് കവറിലോ പേപ്പറിലോ ഒക്കെ ചുരുട്ടിയിട്ടൊന്ന് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. ചപ്പാത്തിക്കോലൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. അടുത്തതായിട്ട് ഇതിനെ കൊണ്ടുള്ള വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നല്ല ടൈറ്റായിട്ട് കിടക്കുന്ന മോതിരമൊക്കെ നമ്മൾ വിരലിലുണ്ടെങ്കിൽ സോപ്പൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതൊക്കെ ആണെങ്കിലും ഓയിലിട്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതെൻ്റെ നല്ല ടൈറ്റായിട്ട് എടുക്കുന്ന ഒരു റിങ്ങാണ്. അപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ കൈമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിരലിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് എളുപ്പത്തിൽ തന്നെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതേപോലെ തന്നെ നമ്മൾ കയ്യിൽ ടൈറ്റായിട്ട് കിടക്കുന്ന വളയൊക്കെ ഉണ്ടാവില്ലേ, വള ഇടാനുള്ള ബുദ്ധിമുട്ടായാലും അതേപോലെ തന്നെ കൈമെന്ന് അഴിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയാലും കുറച്ച് ഓയിലൊന്ന് കയ്യിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഓയിലല്ലെങ്കിലും ഈ ഒരു ഇങ്ങനത്തെ കവറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കവറൊന്ന് കയ്യിലേക്ക് ഇട്ടിട്ടും നമുക്ക് അഴിച്ചെടുക്കാനും അതേപോലെ തന്നെ വള ഇടാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ചുരി പാൻറ്റൊക്കെ ഇല്ല, ഈ ഒരു പാൻറ്റ് ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാലിൻ്റെ മുകളിലായിട്ട് നമ്മൾ 50 സെൻറ്റ് ഒരു കവർ കിട്ടത്തില്ലേ, ഈ ഒരു കവർ ഇട്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു പാൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു വള ഞാൻ കുറച്ച് ഓയിൽ കയ്യിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അഴിച്ചെടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റുമെങ്കിലും അത് കയ്യിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കവറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കവറൊന്ന് കയ്യിലേക്കാക്കി അതിൻ്റെ മുകളിലേക്ക് വള ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നേരെ ഈ കവറിൻ്റെ മുകളിലൂടെ തന്നെ വളയൊന്ന് ഉള്ളിലേക്ക് ഇതാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ബുദ്ധിമുട്ടില്ലാതെ തന്നെ നിങ്ങൾക്ക് കയ്യിലേക്ക് അങ്ങ് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു നല്ല ടൈറ്റായിട്ട് എടുക്കുന്ന വളയാണ്. എളുപ്പത്തിൽ തന്നെ അത് ഇടാനും പറ്റിയിട്ടുണ്ട്, അതേപോലെ തന്നെ അയച്ചെടുക്കാനും വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കവറൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൽ ഒത്തിരി വെളിച്ചെണ്ണ ബാക്കി കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് ബോട്ടിലേക്കൊന്നും ആക്കി വയ്ക്കാൻ പറ്റില്ല. നമ്മളെ ബാത്റൂമിൻ്റെ ഒക്കെ ഡോർ ഉണ്ടാവില്ലേ, ബാത്റൂമിൻ്റെ അകത്തേക്കുള്ള ഈ ഒരു ഭാഗത്ത് വെള്ളമൊക്കെ തെറിച്ചിട്ട് ഉപ്പ് കറിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടാവില്ല. ഈ ഒരു ഉപ്പ് കറിയൊക്കെ
പോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കവർ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ തേച്ച് കൊടുക്കുമ്പം ഈ കവറിലുള്ള ഓയിലും കുറച്ച് അവിടെയൊക്കെ ആകുമ്പം വെള്ളം പിന്നെ വാതിൽമേലേക്ക് തെറിക്കുമ്പോൾ അത് ഓയിലുള്ളതിനെ കൊണ്ട് തന്നെ വെള്ളം തട്ടി അങ്ങ് പോയിക്കോളും, വാതിൽമേൽ പിടിച്ച് നിൽക്കത്തില്ല. അപ്പം ഈ കുറേ 2-3 ആഴ്ചത്തേക്കൊന്നും ഉപ്പ് കറ വാതിൽമേൽ ഇങ്ങനെ പിടിച്ചിരിക്കില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ വാതിൽ കിടക്കും. ഇതുപോലെ അത്യാവശ്യം ഇവിടെ നല്ല ഉപ്പ് വെള്ളമാണ്, അതുകൊണ്ട് തന്നെ നല്ല ഉപ്പ് കറയുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ പൈപ്പിൻ്റെ മുകളിലൊക്കെയുള്ള ഉപ്പ് കറ പോക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണൻ്റെ ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു ചെറിയ കോട്ടൺ തുണിയിലാക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ മുകളിൽ ഉപ്പ് കറ. അതിങ്ങനെ ചെയ്യുമ്പം നല്ലോണം അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഓയിലായതിനെ കൊണ്ട് തന്നെ പിന്നെ വെള്ളം തെറിക്കുമ്പോൾ വെള്ളം തട്ടി അങ്ങ് പോകും, അവിടെ പിടിച്ച് കിടക്കത്തില്ല. വെള്ളം നന്നായിട്ട് പിടിച്ച് കിടക്കുമ്പോഴാണ് ഇതേപോലെ ഉപ്പ് കറ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാതിലിങ്ങനെ വൃത്തികേടായിട്ട് ഇരിക്കില്ല കേട്ടോ, നല്ല തിളങ്ങിയിട്ട് തന്നെ ഉണ്ടാവും. ഈ ഒരു കവർ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇവിടെ ഉരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഉപ്പ് കറിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഇതേപോലെ ഉപ്പ് കറിയൊക്കെ പിടിച്ചെടുക്കുന്ന പൈപ്പൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ മുകളിലും ഈ ഒരു കവർ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഉപ്പ് കറിയൊക്കെ പോവുകയും ചെയ്യും. ഒരു 2-3 ആഴ്ച വരെയൊക്കെ ഉപ്പ് കറ പിന്നെ പിടിച്ചിരിക്കില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ വെള്ളമാകുമ്പോൾ വെള്ളം തട്ടി അങ്ങ് പോകുന്നതിനെ കൊണ്ട് അവിടെ തന്നെ പിടിച്ചിരിക്കില്ല. പക്ഷേങ്കിൽ പൂർണ്ണമായിട്ടൊന്നും പോവില്ല കേട്ടോ, 2-3 ആഴ്ചത്തേക്ക് മാത്രമാണ് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചെയ്യേണ്ടി വരും. പൈപ്പിനൊക്കെ നല്ല തിളക്കവും കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വെളിച്ചെണ്ണേൻ്റെ കവർ വെച്ചിട്ടുള്ള ടിപ്സ് കേട്ടോ. അടുത്തതായിട്ട് ഇതേപോലെ നമ്മൾ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുന്നതായാലും അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ എടുക്കുന്നതിൽ കുറേ വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിലിന് ഭയങ്കര ഒരു സ്മെല്ല് വരും. വെള്ളത്തിൻ്റെ ചളീൻ്റെ മണമായാലും അല്ലെങ്കിൽ നമ്മൾ കരിങ്ങാലി വെള്ളമൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കൂടി ചേർന്നിട്ട് ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ ചൂടുവെള്ളം, ഇങ്ങനത്തെ ഫ്ലാസ്കൊക്കെ ആകുമ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് 5 മിനിറ്റ് നേരം എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെച്ചാൽ മതി. പിന്നെ അത് നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.